ഭിന്നത വ്യക്തമാക്കി പി.ജെ. ജോസഫ് 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. മത്സരിക്കാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം അറിയിച്ചു. നിഷയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചതല്ലെന്നും ജോസഫിന്റെ ഒളിയമ്പ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എന്ന് കേരള കോൺഗ്രസ് യോജിച്ച കേരള കോൺഗ്രസ് 2 സീറ്റുകളും ഉണ്ടായിരുന്നു. പാർട്ടി പിന്നിച്ച് 2 വയസ്സായപ്പോൾ 2 മുന്നണിയിൽ ഓരോ സീറ്റ് യോജിച്ച പശ്ചാത്തലത്തിൽ ഐക്യജനാധിപത്യം കൊണ്ട് 2 സീറ്റ് കിട്ടേണ്ടതെന്നാണ്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പഴയ മുഹമ്മദ്പുരത്തിന്റെ ഭാഗമായ ചാലക്കുടിയോ വേണമെന്നാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത്. മത്സരിച്ചു കൂടാതെയില്ല. അല്ല, പൊതുപ്രവർത്തനം ഞാൻ 91 ശ്രമിച്ചതാണ്. അന്ന് രാജീവ് ഗാന്ധി ഭരിച്ച പശ്ചാത്തലത്തിൽ അന്ന് ജയിച്ചില്ല. അതുകൊണ്ട് ലോക്സഭയിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം. ഇല്ല, അങ്ങനെ ഒരു പാർട്ടി കമ്മിറ്റി ഇതുവരെ ചേർന്നിട്ടില്ല. ഇതൊക്കെ പോകുന്നതാണ്. ഇതുവരെ പാർട്ടി കമ്മിറ്റി ഇത് ആലോചിച്ചിട്ടില്ല. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, പി.ജെ. ജോസഫ് തന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യം ഒരിക്കൽ കൂടി അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ താൻ മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ടെന്നും കൂടി പി.ജെ. ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ കൂടി. അവന്തിക, ഇടുക്കിയിൽ നിന്ന് സമീറാണ് ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. UDFന്റെ ഉഭയകക്ഷി ചർച്ചകൾ നാളെ നടക്കുകയാണ്. കൊച്ചിയിലാണ് ഇത് നടക്കാനിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ ആവശ്യം 2 സീറ്റ് വേണം എന്നുള്ള ആവശ്യം ഒരിക്കൽ കൂടി പി.ജെ. ജോസഫ് ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. നേരത്തെ 1971 കേരള കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചതാണ്. ആ ഘട്ടങ്ങളിൽ 3 സീറ്റ് ലഭ്യമായിരുന്നതാണ് പാർട്ടിക്ക്. പിന്നീട് അത് 2 സീറ്റായി കുറഞ്ഞു. 84-ൽ വീണ്ടും 3 സീറ്റ് കിട്ടി. കോട്ടയവും മുകുന്ദപുരവും മൂവാറ്റുപുഴയുമായിരുന്നു അന്ന് ലഭ്യമായിരുന്ന സീറ്റുകൾ. പിന്നീട് പാർട്ടി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പായിട്ടും അതോടൊപ്പം തന്നെ മാണി ഗ്രൂപ്പായും 2ആയി വിഭജിച്ചു. ആ ഘട്ടങ്ങളിൽ ഓരോ പാർട്ടികൾക്കും ഇടതു മുന്നണിയും വലതു മുന്നണിയും ഓരോ സീറ്റ് വീതം നൽകിയിരുന്നതുമാണ്. പിന്നീട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് ജോസഫ് ഗ്രൂപ്പ് ലയിച്ചു. എന്നാൽ അതിന് ഈ ലയനത്തിന് ശേഷം ലഭ്യമാകേണ്ടിയിരുന്ന 2 സീറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഇത്തവണ ആ ഒരു 2 സീറ്റ് വേണമെന്നുള്ള ആവശ്യം ശക്തമാക്കുന്നതോടൊപ്പം തന്നെ മത്സരിക്കാൻ താൻ ഒരുക്കമാണ് എന്നുള്ള കാര്യവും പി.ജെ. ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയത്ത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാണി ഗ്രൂപ്പ് ശക്തമാക്കുന്നതിനിടെ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതും അത് ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നുള്ളതുമാണ് പി.ജെ. ജോസഫ് പ്രതികരിച്ചത്. നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് വലിയ രീതിയിലുള്ള ഭിന്നത നിലനിന്നിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള പി.ജെ. ജോസഫിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാതെയായിരുന്നു പാർട്ടിയുടെ വൈസ് ചെയർമാൻ ജോസ് കെ മാണി കേരള യാത്ര നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രത്യക്ഷമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും അതിനുള്ള അമർഷം തന്നെ അറിയിക്കാതെയായിരുന്നു ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് എന്നുള്ള കാര്യവും പി.ജെ. ജോസഫ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെ വിവിധ ഇടങ്ങളിലെ പരിപാടികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പി.ജെ. ജോസഫിന്റെ സ്വന്തം തട്ടകമായിട്ടുള്ള തൊടുപുഴയിൽ നടത്തിയ സ്വീകരണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് പങ്കെടുത്തത്. ജോസഫിന്റെ അനുയായികൾ വളരെ ഏറെ വിട്ടുനിന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല അതിന്റെ ഉദ്ഘാടകനായിരുന്ന പി.ജെ. ജോസഫ് MLA 3 മണിക്കൂർ വൈകിയാണ് എത്തിയത്. ഇത്തരത്തിലുള്ള നടപടികളും അതോടൊപ്പം തന്നെ ഇതിന്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നുൾപ്പെടെ മാണിയും മകനും ജോസ് കെ മാണി MP-യും എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പി.ജെ. ജോസഫ് വ്യക്തമാക്കിയിരുന്നു. ലയനത്തിന് ശേഷം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പുമായി ചേർന്ന ശേഷം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകിയതെല്ലാം തന്നെ കെ മാണിയും അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്നവരും മാത്രമാണ് എന്നുള്ളതും പി.ജെ. ജോസഫിന്റെ അനുയായികൾക്ക് പി.ജെ. ജോസഫിനെ അടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു തരത്തിലുമുള്ള സ്ഥാനമാനങ്ങൾ ലഭ്യമാവുന്നില്ല എന്നുള്ള വലിയ വിമർശനം ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ 2 സീറ്റ് വേണം എന്നുള്ള ആവശ്യം പി.ജെ. ജോസഫാണ് ഈ ഘട്ടത്തിൽ ഉന്നയിച്ചത്. നേരത്തെ തന്നെ ഈ ഒരു ആവശ്യം ഈ പാർട്ടിയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ഈ ആവശ്യം നൽകിയത്. പി.ജെ. ജോസഫ് 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ മത്സരിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇക്കാര്യം രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടെന്നും പി.ജെ. ജോസഫ് വ്യക്തമാക്കി. സമീറാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയാകില്ലെന്ന് നിഷ ജോസ് കെ മാണി. താനൊരു സാമൂഹിക പ്രവർത്തക മാത്രമാണ്, പാർട്ടിയിൽ അംഗത്വം പോലുമില്ല. എന്നാൽ കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും നിഷ ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ്
നമ്മൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. മാണിക്കൊപ്പം നിൽക്കുന്നത് ജോസഫിന് നഷ്ടമാണെന്ന് കോടിയേരി. ചെന്നിത്തല ജോസഫിനെ പിന്തുണയ്ക്കുന്നത് മാണിയെ തളർത്താനെന്നും കോടിയേരി. വെറുതെ മുമ്പേ എന്ത് പറയാനാണ്, ഇത് ജോസഫും മാണിയും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. യഥാർത്ഥത്തിൽ ആ PJ ജോസഫ് LDF നല്ലതുപോലെ നിന്നു പോകുന്ന ഒരാളായിരുന്നു. വെറുതെ മാണീൻ്റെ കൂടെ കൂടി അയാൾ ഉള്ളതും പോയി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ അദ്ദേഹത്തിനൊരു പുനർചിന്തനം വന്നിട്ടുണ്ടാവും, അന്നാ ലേനം തെറ്റായിപ്പോയി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പുറത്തു കിടക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവും. എന്താണ് യഥാർത്ഥ വസ്തുത എനിക്കറിയില്ല. പക്ഷെ മാധ്യമങ്ങളിലുള്ള വാർത്ത കാണുമ്പോൾ അങ്ങനെയുണ്ട്. അല്ല, ഇപ്പോൾ അദ്ദേഹം ആ UDF തന്നെയല്ലേ ഉള്ളത്. കേരള കോൺഗ്രസിനെ രണ്ടാക്കാൻ രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി PJ ജോസഫിന് എല്ലാ പിന്തുണയും രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് പിളരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസിനെ പിളർക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുന്നണിയിലൊരു കക്ഷി പിളരുമോ? അപ്പൊ നിങ്ങൾ പിളർന്നാലും നിങ്ങൾക്ക് സംരക്ഷണം ചെയ്യാം എന്ന് പറഞ്ഞ് KM മാണിയുടെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അജണ്ട. അത് KM മാണിയുടെ പാർട്ടിയെ ഒതുക്കാൻ കുറേ കാലമായിട്ട് കോൺഗ്രസിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇപ്പൊ കേരള കോൺഗ്രസ് നടക്കുന്ന വിവാദം. ഭാഗ്യശക്തികൾ ആണ് ഇപ്പൊ കേരള കോൺഗ്രസിൽ ഇടപെട്ട് ഇപ്പൊ കലാപം ഉണ്ടാക്കുന്നത്. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ നേരത്തെ കണ്ടതാണ് PJ ജോസഫ് വ്യക്തമാക്കി തനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, 2 സീറ്റ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. താൻ ഇക്കാര്യം രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മാണിയുമായുള്ള ഭിന്നതയാണ് അദ്ദേഹത്തിന്റെ നിലപാടിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിനെ പിളർക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. PJ ജോസഫ് LDF നിന്നപ്പോൾ നല്ല നിലയിൽ നിന്നൊരു നേതാവായിരുന്നു. മാന്യമായിട്ടുള്ള ഒരു നിലയായിരുന്നു ജോസഫിന് LDF നൽകിയിരുന്നത്. പക്ഷേ മാണിക്കൊപ്പം പോയതോടെ ഒന്നുമില്ലാതായി ജോസഫിന് നഷ്ടം മാത്രമാണ് ഉണ്ടായത്. കേരള കോൺഗ്രസിലാകട്ടെ ഇപ്പോൾ വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും പിളർപ്പും എല്ലാം തന്നെ രൂക്ഷമായിരിക്കുന്നു. കേരള കോൺഗ്രസിൽ എപ്പോഴൊക്കെ പിളർപ്പുണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനായിരുന്നു. ഇപ്പോഴും കേരള കോൺഗ്രസിനെ പിളർത്തുന്നത് കോൺഗ്രസ് ആണ്. KM മാണിയുടെ വിലപേശ ശക്തി കുറയ്ക്കാനാണ് ഈ പിളർപ്പ് ഉണ്ടാക്കുന്നത്. ജോസഫിന് പിന്തുണ നൽകിക്കൊണ്ട് കേരള കോൺഗ്രസിനെ പിളർത്താൻ ശ്രമിക്കുന്നത് ചെന്നിത്തലയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മാണിയെ ഒതുക്കാനുള്ള ശ്രമത്തിൽ കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു തന്നെയാണ് ഈ പരിശ്രമം നടത്തുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് പിളർന്നാലും ജോസഫിനെ UDF നിലനിർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഭിന്നത രൂക്ഷമായിരിക്കുന്നത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ശരി, വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരണം അദാനിക്ക് കൈമാറാൻ നീക്കം. ഫിനാൻഷ്യൽ ബിഡിൽ അദാനി 1ാമത്, KSITC 2ാമത്. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, 5 എയർപോർട്ടുകളാണ് സ്വകാര്യവൽക്കരണത്തിന്റെ കീഴിലുള്ളത്. അതിൽ തിരുവനന്തപുരം എയർപോർട്ട് ഇപ്പോൾ അദാനിക്ക് കൈമാറാൻ, സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് അദാനിക്ക് കൈമാറാൻ നീക്കമെന്ന ഉള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഫിനാൻഷ്യൽ ബീഡിൽ അദാനി 1ാമത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ കൂടി. ഒരുപക്ഷെ അവന്തിക, ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കള്ളക്കളികളുടെ എല്ലാം ഒരു വലിയ വികൃതമായ മുഖമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇന്ന് സിവിൽ ഏവിയേഷന്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ, ദുബൈ അടക്കമുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ബിഡിൽ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തുക കോട്ട് ചെയ്തുകൊണ്ട് അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം അടക്കമുള്ള 5 വിമാനത്താവളങ്ങൾ സ്വന്തമാക്കിയേക്കും എന്ന കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി പ്രധാനമായും 3 കമ്പനികളാണ് രംഗത്തുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാർ ഈ വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെ ആദ്യം മുതൽ തന്നെ എതിർത്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വിമാനത്താവള നടത്തിപ്പിൽ മുൻ പരിചയമുള്ള കമ്പനികൾക്ക് നൽകണമെന്നും അത് പൊതുമേഖലയിൽ വിമാനത്താവളങ്ങൾ നിലനിർത്തണമെന്നുമുള്ള ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ
സ്വീകരിച്ചു വന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി ടിയാൽ എന്ന പേരിൽ ഒരു പുതിയ കമ്പനി തന്നെ, തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയ കമ്പനി തന്നെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുകയും അത് KSIDCയിൽ നിന്നും KSIDCയുടെ ഉപസ്ഥാപനമായി അതിനെ മാറ്റുകയും ചെയ്തിരുന്നു. അവർ ഇന്നത്തെ ഫിനാൻഷ്യൽ ബിഡിൽ 3 കമ്പനികളാണ് പ്രധാനമായും പങ്കെടുത്തത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി അദാനി ഗ്രൂപ്പ് 168 കോടി രൂപയും, ടിയാൽ KSIDCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ടിയാൽ 135 കോടി രൂപയും, GMR ഗ്രൂപ്പ് 63 കോടി രൂപയുമാണ് ഫിനാൻഷ്യൽ ബിഡിൽ കോട്ട് ചെയ്തിരുന്നത്. ഇതിൽ ഏറ്റവും ഉയർന്ന തുക കോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അദാനി ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ബിഡിൽ അവർ ക്വാളിഫൈ ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ഏറ്റവും കൂടുതൽ തുക കോട്ട് ചെയ്യുന്ന കമ്പനിക്കാണ് സ്വാഭാവികമായും ബിഡ് അനുകൂലമായി വരിക. പ്രധാനമായും നടന്നിരിക്കുന്ന ഒരു കള്ളക്കളി എന്നത് വിമാനത്താവള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള മുൻപരിചയമുള്ള ഒരു ഗ്രൂപ്പല്ല അദാനി ഗ്രൂപ്പ്. അവരുടെ ഒരു പുതിയ വെഞ്ചറാണ് ഈ വിമാനത്താവള നടത്തിപ്പിന് വേണ്ടി അവർ രൂപീകരിച്ചിരിക്കുന്ന പുതിയ അദാനി ഗ്രൂപ്പ് ഓഫ് ഏവിയേഷൻസ് എന്ന പുതിയ കമ്പനി. ആ കമ്പനിയാണ് ഈ ബിഡിൽ പങ്കെടുത്തിരിക്കുന്നത്. അത് ആദ്യം മുതൽ തന്നെ ഈ കാര്യത്തിൽ ഇവരെ ടെക്നിക്കൽ ബിഡിൽ പങ്കെടുപ്പിക്കുന്ന ഇതിലടക്കമുള്ള വിമാനത്താവള നടത്തിപ്പിൽ മുൻപരിചയമില്ലാത്തവരെ പങ്കെടുപ്പിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ പാകപ്പിഴവ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നു. 2, റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്ന ഒരു വ്യവസ്ഥ സംസ്ഥാന സർക്കാരിന് 10% മാത്രമായി നിജപ്പെടുത്തിയതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കള്ളക്കളിയാണ് എന്ന് പറയാം. കാരണം റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്നാൽ ഫിനാൻഷ്യൽ ബിഡിൽ പങ്കെടുക്കുന്ന കമ്പനികളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധമുള്ള കമ്പനികൾ ഉണ്ടെങ്കിൽ ആ കമ്പനികൾക്ക് 10% കുറഞ്ഞ തുക മാത്രം നൽകിയാൽ മതി. അതായത് 168 കോടി രൂപ അദാനി കോട്ട് ചെയ്യുമ്പോൾ അതിന്റെ 10% കുറവ് പൊതുമേഖലാ സ്ഥാപനമായ ടിയാൽ കോട്ട് ചെയ്തിരുന്നെങ്കിൽ അവരായിരിക്കും 1ാം സ്ഥാനത്ത് വരിക. പക്ഷേ ആ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്നത് അതിന്റെ പരിധി 10 നിന്നും 25% ഉയർത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലയിൽ ഈ സ്ഥാപനം നിൽക്കുമായിരുന്നു. കാരണം തിരുവനന്തപുരം വിമാനത്താവളവും കേരള സർക്കാരുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം ഇതിന്റെ വൈഡനിങ് അല്ലെങ്കിൽ ഇതിന്റെ ലാൻഡ് അക്വസിഷൻ ഇത് മഹാരാജാവിന്റെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു സ്ഥാപനം എന്ന നിലയിൽ വളരെ വൈകാരികമായ ബന്ധം കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം എന്ന നിലയിൽ കേരള സർക്കാരിന് ഈ വിമാനത്താവളവുമായി ഉണ്ട്. പതിറ്റാണ്ടുകളായി പൊതുമേഖലയിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനം സ്വകാര്യ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനടുത്തായി ഒരു സ്വകാര്യ വിമാനത്താവളം കൂടി അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതോടുകൂടി അദാനി ഗ്രൂപ്പിന്റെ ഒരു സാമ്രാജ്യം തിരുവനന്തപുരം നഗരത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നു. ഈ കാര്യത്തിൽ LDF ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കരിദിനം ആചരിക്കുകയാണ്. മറ്റ് വിമാനത്താവളങ്ങളിൽ അദാനി ഗ്രൂപ്പ് കോട്ട് ചെയ്ത തുക കൂടി പ്രേക്ഷകർക്കായി ഞാൻ വായിക്കാം. അഹമ്മദാബാദ്, ജയ്പൂർ, ലക്നൗ, തിരുവനന്തപുരം, മാംഗ്ലൂർ ഇങ്ങനെ 5 വിമാനത്താവളങ്ങളാണ് ഇന്ന് ഇവിടെ ഫിനാൻഷ്യൽ ബിഡിൽ പങ്കെടുത്തത്. ഈ 5ലും അദാനി ഗ്രൂപ്പ് പങ്കെടുത്തിരുന്നു. ഈ 5ഉം ഒരേ സമയം അദാനി ഗ്രൂപ്പ് ക്വാളിഫൈ ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് എടുത്തു കാണിക്കാനുള്ള. അഹമ്മദാബാദിൽ 177 കോടി രൂപ അദാനി ഗ്രൂപ്പ് കോട്ട് ചെയ്തു. ജയ്പൂരിൽ 174, ലക്നൌവിൽ 171, തിരുവനന്തപുരത്തിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 168 കോടി രൂപയാണ് അവർ ക്വാളിഫൈ ചെയ്തത്. മാംഗ്ലൂർ 115, മാംഗ്ലൂരിൽ സർക്കാരിന് തന്നെ കേരള സർക്കാരിന്റെ തന്നെ സിയാൽ കണ്ണൂർ എയർപോർട്ട് അവിടെ ഇതിനുവേണ്ടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അവിടെ ഈ മാംഗ്ലൂർ വിമാനത്താവളത്തിന്റെ നടത്തിപ്പിന് വേണ്ടി അവിടെ കോട്ട് ചെയ്തിരുന്നു. അവിടെയും GMR ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. GMR ഗ്രൂപ്പ് ബോംബെ, ഹൈദരാബാദ് അടക്കമുള്ള വിമാനത്താവളങ്ങൾ നടത്തി പരിചയമുള്ള ഒരു കമ്പനിയാണ്. അവരെ കൂടി തോൽപ്പിക്കും വിധമാണ് അദാനി ഗ്രൂപ്പ് ഇവിടെ ക്വാളിഫൈ ചെയ്തത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കഴിഞ്ഞ വർഷത്തെ സഞ്ചിത ലാഭം എന്നത് 170 കോടി രൂപയാണ്. 170 കോടി രൂപ ഒരു വർഷം ലാഭമുണ്ടാക്കിയ ഒരു വിമാനത്താവളം 168 കോടി രൂപയ്ക്ക് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കുന്നു എന്നത് തീർച്ചയായും ഒരു വലിയ കള്ളക്കളിയാണ്. ഇത് മോദി അദാനി ഗുജറാത്ത് ബന്ധത്തിന്റെ ഒരു ചങ്ങലക്കണ്ണിയായി ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായി വരും. അതിനായി സംസ്ഥാന വിമാനത്താവള നടത്തിപ്പിൽ മുൻപരിചയമില്ലാത്ത അദാനി ഗ്രൂപ്പിന് ടെക്നിക്കൽ ബിഡിൽ പങ്കെടുക്കാൻ കഴിയും വിധം അതിന്റെ മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്തു കൊടുക്കുന്നു. സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇത് ക്വാളിഫൈ ചെയ്യാതിരിക്കാൻ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്നത് 10% നിജപ്പെടുത്തുന്നു. ഒടുവിൽ അവർ ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ അദാനി ഗ്രൂപ്പിന് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇത് വരും ദിവസങ്ങളിൽ
ഒരുപക്ഷെ വലിയ വിവാദങ്ങൾ, രാഷ്ട്രീയ കോലാഹലങ്ങൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പിനായി തിരുവനന്തപുരം നഗരത്തിന്റെ തന്ത്രപ്രധാനമായ 2 മേഖലകൾ, ഒരിക്കൽ UDF സർക്കാർ വിഴിഞ്ഞ പോർട്ട് എഴുതി കൊടുത്തു, 2 ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം തന്നെ മോദി സർക്കാർ അദാനിക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഫിനാൻഷ്യൽ ബിഡിലും ടെക്നിക്കൽ ബിഡിലും ഇളവ് വരുത്തിക്കൊണ്ട് നൽകിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന് തിരുവനന്തപുരം വിമാനത്താവളം ലഭിക്കും എന്നതിന്റെ ഉറപ്പ്, ഒരു 95% ഉറപ്പ് നമുക്കിപ്പോൾ പറയാനുമാവും. ജീവൻ, കേന്ദ്രത്തിന്റെ വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ തയ്യാറായതും ഈ പൊതുമേഖലാ സ്ഥാപനം തള്ളാൻ കാരണമായതും ഈ അദാനി ഗ്രൂപ്പിന് ഇത് ലഭിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ലേ? അവന്തിക, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം വിമാനത്താവള നടത്തിപ്പിൽ ഒരു മുൻപരിചയമില്ലാത്തൊരു ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ്. കാരണം അവർക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അവർക്ക് പോർട്ടിലാണ് അവരുടെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്, മൈനിങ് അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലുമാണ് അവർ ഇതിനു മുമ്പ് അവരുടെ എക്സ്പീരിയൻസ് തെളിയിച്ചിട്ടുള്ളത്. എന്നാൽ ഏവിയേഷൻ മേഖലയിൽ അത്തരത്തിലൊരു നടത്തിപ്പ് പരിചയം അവർക്ക് മുൻപ് ഉണ്ടായിരുന്നില്ല. മുൻപ് അത്തരത്തിലൊരു പരിചയമില്ലാത്തൊരു ഗ്രൂപ്പിന് വിമാനത്താവള നടത്തിപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സ്ഥലമാണ്. ജീവൻ, ഒരു നിമിഷം തുടരുക. നമ്മോടൊപ്പം M. വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, ഈ തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരണം അദാനിക്ക് കൈമാറാൻ നീക്കം എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതായത് ഇളവ് വരുത്തി ആണ് അദാനി ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കേന്ദ്രത്തിന്റെ കള്ളക്കളിയല്ലേ? തിരുവനന്തപുരം മാത്രമല്ല, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ എയർപോർട്ടുകളും അദാനിക്ക് കൈമാറുകയാണ്. ഇത് റാഫേൽ പോലുള്ള ഒരു വലിയ പകൽ കൊള്ളയാണ്. റാഫേലിനെക്കാളും വലുതാണിത്. ഇപ്പൊ ട്രിവാൻഡ്രം എയർപോർട്ടിന് തന്നെ അസസ്മെന്റ് 30,000 കോടിയുടെ അസറ്റ് എന്നാണ്. 30,000 കോടിയുടെ അസറ്റ്സ് ആണ് ഈ രൂപത്തിൽ തുച്ഛമായ ഒരു ഇതിൽ അദാനിക്ക് കൈമാറുന്നത്. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ്. ഇലക്ഷന് തൊട്ടു മുമ്പ് ഫെബ്രുവരിയിലാണല്ലോ ഇത് കൊണ്ടുവന്നതും ചെയ്യുന്നതും. ഇലക്ഷന് തൊട്ടു മുമ്പ് ഇത് അവർക്ക് കൈമാറാനുള്ള, രാജ്യത്തെ തന്നെ കൊള്ളയടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രഹസനമാണ്, ടെൻഡർ പ്രഹസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങേയറ്റത്തെ ജനരൂക്ഷമാണ് ഉയരാൻ പോകുന്നത്. ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നതാണ് എനിക്ക് ഒരു പ്രഥമ രൂപത്തിലുള്ള ഒരു പ്രതികരണമായിട്ട് പറയാനുള്ളത്. ഇതാരും തന്നെ പ്രതീക്ഷിച്ചതല്ല. ഇത്രയും നഗ്നമായ ഒരു കൊള്ള നടക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഈ മോദി സർക്കാരിനല്ലാതെ ഇന്ത്യയിലോ ലോകത്തോ ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പകൽ കൊള്ളയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടെൻഡർ. ഇത് ഒരു രൂപത്തിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. വിജയകുമാർ, 5 എയർപോർട്ടുകളും അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതേസംബന്ധിച്ച് തിരുവനന്തപുരം എയർപോർട്ട് കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ കള്ളക്കളി തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത്. അതെ, കള്ളക്കളി എന്ന് മാത്രം പറഞ്ഞ ലാഘവത്തോടുകൂടി പറയാൻ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു വലിയ കൊള്ളയാണ്, അഴിമതിയാണ്, പകൽ കൊള്ളയാണ്. ഇത് ജനങ്ങളുടെ സ്വത്താണ്. ഞാൻ പറഞ്ഞത് ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ മതിപ്പ് വില തന്നെ 30,000 കോടിയാണ്. ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ മതിപ്പ് വില. അങ്ങനെയുള്ള ജനങ്ങളുടെ സ്വത്ത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിന്റെ പൈതൃക സ്വത്താണ് ഈ എയർപോർട്ട്. മഹാരാജാവ് 932 തുടങ്ങി വെച്ച സ്ഥലം മുഴുവൻ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള, വികസനം മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് പങ്കാളിയായിട്ടുള്ള, മുഖ്യമന്ത്രി ചെയർമാനായിട്ടൊരു വികസന സമിതി തന്നെ പ്രവർത്തിക്കുന്ന എയർപോർട്ടാണ്. ഏകപക്ഷീയമായിട്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ വിൽപ്പന നടത്തുന്നത് വിൽപ്പനയാണ്. ഇത് PPP എന്നൊക്കെ പറയുന്നത് വെറും പേരുടെ മാത്രമാണ്. ഇതൊരു വിൽപ്പനയാണ്, കച്ചവടമാണ്, നഗ്നമായ കച്ചവടം ആണ് ഇത് നടന്നിട്ടുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ശ്രീ വിജയകുമാർ, ഒരു ചോദ്യം കൂടി. അതായത് ഈ ഒരുപക്ഷെ ഈ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് KSIDC രൂപീകരിച്ചിരുന്ന ടിയാലിന് തന്നെ ലഭിക്കുമായിരുന്നു. പക്ഷെ അത് ലഭിക്കാതിരിക്കുന്നതിനായി റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്നത് 10% നിജപ്പെടുത്തിയത്. സാധാരണ ആദ്യം കേരള സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരത്തിലൊരു പൊതുമേഖലാ സ്ഥാപനം ഫിനാൻഷ്യൽ ടെക്നിക്കൽ ബിഡിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നൽകണമെന്നുള്ളതായിരുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി നൽകിയില്ല എന്നത് മാത്രമല്ല, റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ എന്നത് 10%
നിജപ്പെടുത്തുകയും ചെയ്തു. അതൊരു പക്ഷേ ഒരു 20-25% കൂടി ഈ ഫസ്റ്റ് ഓഫ് റെഫ്യൂസൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഫിനാൻഷ്യൽ ബിഡ് മറികടക്കാൻ കേരള സർക്കാരിന്റെ നമ്മുടെ ടിയാൽ എന്ന കമ്പനിക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഈ ബിഡിൽ ഏത് വിധേനയും ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ പരാജയപ്പെടണം എന്നൊരു ബോധപൂർവമായ ഇന്റൻഷൻ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നതായി നമുക്ക് വ്യാഖ്യാനിക്കാനാവില്ലേ? തീർച്ചയായിട്ടും ഇത് ബിഡിൽ പോകേണ്ട ഒരു കാര്യമല്ല. ബിഡിൽ പോക്കൂടാ. കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കില്ലെങ്കിൽ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് സാധിക്കില്ലെങ്കിൽ അത് സംസ്ഥാനത്തിന് കൈമാറണം. വേണമെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ചേരാം, SPV ഉണ്ടാക്കാം. അതായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. ഇത് പ്രൈവറ്റൈസ് ചെയ്യാൻ പറ്റില്ല, നമ്പർ 1. ഇനി പ്രൈവറ്റൈസ് അല്ല, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇത് നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ടൊരു ജോയിന്റ് വെഞ്ചർ, ഒരു SPV ഉണ്ടാക്കി ഒരു ജോയിന്റ് വെഞ്ചർ നടത്തണം. അല്ലാതെ ഇത് ടെൻഡറിലേക്ക് പോകാൻ പാടില്ല എന്നതാണ് നമ്മുടെ നിലപാട്. ടെൻഡറിൽ പൊക്കൂടാ. ഈ ടെൻഡറിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് വെറും സാങ്കേതികമാണ്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു തിരക്കഥയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 5 എയർപോർട്ടുകൾ വിറ്റപ്പോൾ 5ഉം ഒരു ഗ്രൂപ്പിന് കൊടുക്കുക. ഇത് വാസ്തവത്തിൽ ഇത് അദാനി മോദിയുടെ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് നാടകീയമായിട്ട് അധികാരമില്ലാത്ത സമയത്ത്, വാസ്തവത്തിൽ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ സർക്കാരിന് എന്താ അധികാരം? ശരി, വളരെയധികം നന്ദി വിജയകുമാർ ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിച്ചതിന്. ജീവനാണ് മറ്റു വിവരങ്ങളും നൽകിയത്.